അല്ല, കിരൺ ഇന്ന് നേരത്തെ ജോഗിങ്ങിന് ഇറങ്ങിയോ? വൈഫിനെ ഇന്ന് കുറച്ച് നേരത്തെ ഓഫീസിൽ എത്തിയാമെന്ന് ഏറ്റിരിക്കുക. അതാ നേരത്തെ ഇറങ്ങിയത്. കിരണിന്റെ ജോലിയൊന്നും ശരിയാവുന്നില്ലേ? യന്ത്രന് സാറെ കണ്ടത് സ്ഥാപനത്തിൽ ചെന്നതാണ് അറിയപ്പെടണത്. സ്വന്തമായി യന്ത്രങ്ങൾ ബിസിനസ് ചെയ്യണമെന്ന് വിചാരിക്കുകയാണ്. ആ പോയത് അരുണല്ലേ? അയാൾ നമ്മളെ കണ്ടില്ലേ? കണ്ടാലും മൈൻഡ് ചെയ്ത സാറേ. അങ്ങേരെ ഒരു ടൈപ്പാ. സാറിന്റെ വീട്ടിന്റെ മുകളിലും താഴെയുമായി ഞാനും അങ്ങേരും കൂടി വാടകയ്ക്ക് താമസിച്ചിട്ടും ഇന്ന് വരെ ഒരു ചിരിക്ക് പോലും ചെയ്തിട്ടില്ല. കിരൺ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാ. വാടക വരുന്ന സമയത്ത് മാത്രമേ അയാൾ എന്നോട് പോലും എന്തെങ്കിലും സംസാരിക്കത്തുള്ളൂ. കള്ളു കുടിക്കില്ല, സിഗരറ്റ് വലിക്കില്ല, മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിച്ച് നടക്കില്ല. എന്തിനെ ഒരു പെണ്ണിന്റെ മുഖത്ത് പോലും അങ്ങേര് നോക്കണത് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെയുള്ളവനൊക്കെ ആണിന്റെ കിണത്തിൽ പെടുത്താൻ പറ്റുമോടി? നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അങ്ങേര ആണ് പക്ക ജെന്റിൽമാൻ. നിങ്ങളെ പോലുള്ള ആണുങ്ങളൊക്കെ അങ്ങേരെ കണ്ടുപിടിക്കണം. എടി, അവൻ ഇത്രയും കാലം കെട്ടാത്തന്റെ കാരണം എന്തെന്ന് നിനക്കറിയാമോ? എന്ത്? ആണുങ്ങൾക്കുള്ള മറ്റേ ഗുണം അവൻ ഇല്ലാത്തോണ്ട്. ഇല്ലെങ്കിൽ ആരും അറിയാതെ പെണ്ടാട്ടി നാട്ടിൽ കൊണ്ട് നിർത്തിയിട്ട് ഇവിടെ വന്ന് കിടന്ന് ജാട കാണിക്കുന്നു. നല്ല ആണുങ്ങളെ പറ്റി വെറുതെ അപവാദം പറയല്ലേ. ഇവിടെയൊക്കെ എന്തിനു പറയേ? ആ പറയടേപ്പി, എന്തിനു പറയാൻ? പാത്രങ്ങളും തുണികളും കഴിയും ഇവിടെ എങ്ങനെ ഇരിക്കുന്നു. വൈകിട്ടൊന്നും പരിപാടി ഉണ്ടാടേ? ഉണ്ടാ? ഞാൻ വരാം. സാറ് സാറിനെ കാണാൻ ഒരു പയ്യൻ താഴെ വന്ന് നിൽക്കണം. അതിന് കുതിച്ചേറി അകത്തോട്ടാണോ വരുന്നത്? ഇല്ല സാർ, കഥക് തുറന്നു കിടന്നത് കൊണ്ട് ഞാൻ. അതിന് ബില്ലടിക്കണം. അതിനല്ലേ കോളിംഗ് ബില്ല് വെച്ചിരിക്കുന്നത്. ആ, നീ താഴോട്ട് വയ്ക്കോ, ഞാൻ വന്നോളാം. നീ ആരാ? എന്ത് വേണം? ഇന്നലെ രാത്രി സാറിന്റെ വണ്ടി തട്ടി എന്റെ കുക്കുമോന്റെ കാലൊടിഞ്ഞു. നിനക്ക് മോനാ? ഞാൻ വളർത്തുന്ന പട്ടിക്കുട്ടിയാ കുക്കുമോൻ. വീട്ടുവളപ്പിൽ വളർത്തേണ്ട പട്ടിയെ റോഡിൽ തുറന്നു വിട്ടാൽ ഇങ്ങനെ ഇരിക്കും. അല്ല, നീ ഇപ്പൊ എന്തിനാ വന്നത്? എന്റെ കുക്കുമോനെ ചികിത്സിക്കാനുള്ള പണം സാറ് തരണം. ഞാനാ പട്ടിയെ റോഡിൽ അഴിച്ചു വിട്ടിട്ട് പോ 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 സ്ഥലം വിടാൻ നോക്ക്. ഇതെന്റെ GP നമ്പർ. ഈ നമ്പറിലേക്ക് വൈകുന്നേരത്തിന് മുമ്പ് പൈസ വന്നില്ലെങ്കിൽ സംഗതി വഷളാവുകയെ സാറേ, പറഞ്ഞേക്കാം. സാറേ, പ്രശ്നം എന്തരി? വല്ല കുഴപ്പമുണ്ടോ? ഇവ ആരടി? ആരടുത്ത് ഇവന്റെ മോട? നിങ്ങൾ എന്തിനാ ആവശ്യമില്ലാതെ ഓരോന്ന് ചോദിക്കാൻ പോണത്? നീ അങ്ങോട്ട് മാറ്, വണ്ടി എടുക്കട്ടെ. എന്തായി കാണിച്ചു വെച്ചിരിക്കുന്നത്? താനെന്താ പൊട്ടനാണോ? എന്തായി കാണിച്ചു വെച്ചിരിക്കുന്നത്? എന്തിനാ സാറേ?
തന്റെ ബൈക്ക് കഴുകുന്ന വെള്ളം കാറിൽ വീഴുന്നെന്ന്. അറിയാതെ വീണതായിരിക്കും, ഞാൻ കഴുകി കളയാം. അറിയാതെയോ? ഈ ബൈക്ക് കഴുകുന്നതൊക്കെ പുറത്ത് വെച്ച് ചെയ്യണം. പുറത്താ? എന്തിരുന്ന്? ഞാൻ വാടക കൊടുത്തന്നെ ഇവിടെ കഴിയണത്. സാറേ, ഈ തല്ലിപ്പൊളികൾക്കൊക്കെ വീട് വാടകയ്ക്ക് കൊടുക്കരുതെന്ന് അന്നേ ഞാൻ സാറിനോട് പറഞ്ഞതാ. സാറേ, വേണ്ടാത്ത വാക്കുകളൊന്നും പറയല്ലേ. പറഞ്ഞാ നീ എന്ത് ചെയ്യടാ? ചെയ്യടാ. നീ എന്താ ജോയ് കാടിനകത്ത് നിന്നൊക്കെ ഇറങ്ങി വരുന്നു? കഴിഞ്ഞ ആഴ്ച ഒരുത്തരെടുത്തിട്ട് പിഴിഞ്ഞു അതിനെ ആടലോടകം അന്വേഷിച്ചിറങ്ങിയതാ. നിന്നെ? ഞാൻ വേറൊരുത്തനെ. അതിന് നീ എന്തിനാ ആടലോടകം അന്വേഷിച്ചിറങ്ങിയത്? ചുമ്മാ ഇരിക്കട്ടെ, സാർ വന്ന കാര്യം പറ. ഒരുത്തനെ ഒന്ന് അടിച്ചൊതുക്കണം. കുറച്ച് ആരോഗ്യമൊക്കെ ഉള്ളവനാ. അത് വിട്, സാക്ഷാൽ സൽമാൻ ഖാൻ വന്നാലും ഈ ഗുണ്ട് ജോയി അടിച്ചൊതുക്കി പരുത്തി കൈ തരും. വെറുതെ തള്ളിയിട്ട് കാര്യമില്ല, കാര്യം നടക്കണം. അതൊക്കെ ഞാൻ ഏറ്റു സാറേ. ആരെ, എവിടെ വെച്ച്, എപ്പോ, എങ്ങനെ ഇപ്പൊ പറയണ്ട. എല്ലാം കൂടി വിശദീകരിച്ച് വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇട്ടാ മതി. അഡ്വാൻസ്. ഇത് പോരാ, കാര്യം കഴിയുമ്പോ എന്തെങ്കിലും കൂടെ കൂട്ടിത്തരണം. ഞാൻ പറഞ്ഞല്ലോ, കാര്യം ഭംഗിയായി നടത്തിയാൽ നീ ചോദിക്കുന്ന പണം ഞാൻ തരും. അയാള് മാറണം. അതിന് സത്യഭാമയം. സത്യഭാമയായാലും തങ്ങമയായാലും അരുൺ നാട്ടുകാരുടെ മുന്നിൽ തല പൊക്കത്ത രീതിയിൽ എനിക്ക് കാണണം. അത്രയ്ക്ക് അവനെ നാറ്റിക്കണം. സ്ഥലവും സമയവും തീയതിയെല്ലാം ഞാൻ വിളിച്ചു പറയാം. അയാള് നാട്ടുകാരുടെ മുമ്പിൽ മാറണം. സാറ് ധൈര്യമായിട്ട് പോ, അക്കാര്യം ഞാനേറ്റു. 1, 2, 3 4 വെച്ചിരുന്നയാണല്ലോ. ഒരെണ്ണം എവിടെ പോയി? ഓ, ആ വീട് തന്നെ. ഓ, സാറ് പറഞ്ഞ ആ വീട് തന്നെ. എന്നെ ആരും കണ്ടിട്ടൊന്നുമില്ല. 3ാമത്തെ നിലയിലല്ലേ? ഓ, ഇവിടെ ആരുമില്ല. നീ ആള് കൊള്ളാൻ. മഞ്ഞച്ചായ അടിച്ച വീടല്ലേ, മുകളിലത്തെ നില. ഓക്കെ. ഇവനാര്? ചിലപ്പം ബ്രോക്കർ ആയിരിക്കും. അയ്യോ, ഇവിടെ ആരുമില്ലേ? എന്താ പ്രശ്നം? ഒരു പെണ്ണുപിള്ളേർ നെളിൽ കേട്ടല്ലേ? അഴുകിയ സ്ത്രീയും ഉൾപ്പെടെ എല്ലാത്തിനെയും ഞാൻ അകത്തിട്ട് പൂട്ടിയിട്ടുണ്ട്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ സാറേ, ഞാൻ കുഴപ്പക്കാരനാണെന്ന്. ഇവിടെ ഏതോ ഒരു പെൺകുട്ടിയുടെ നിലവിളി കേട്ടല്ലോ. നീ എന്താടി പറഞ്ഞത്? സിഗരറ്റ് വലിക്കില്ല, കള്ളു കുടിക്കില്ല, പെണ്ണു കുടിക്കില്ല എന്ന്. ഇപ്പൊ എന്തരായി? അകത്തൊണ്ട് മാഞ്ഞേ. ഇവിടെ എന്താ സാർ പ്രശ്നം? എന്താ പ്രശ്നമെന്നോ? ഒരു മാനിന്റെ മുഖം കൂടി മൊത്തം ഇപ്പൊ അഴിഞ്ഞു വീഴും. എങ്ങനെ പുറത്തു വന്നു? അപ്പോ അകത്ത് കിടക്കുന്ന 2 ആരും വിളിച്ചിട്ട് വന്നു.
അയ്യോ, ആര് പറഞ്ഞിട്ട് ഇവിടെ വന്നു? ഇല്ലെങ്കിൽ രണ്ടിനെയും പിടിക്കാൻ പോലീസിലേൽപ്പിക്കും. പറയടാ, പറയ്. ആ സാറ് പറഞ്ഞിട്ട് ഈ സാറിന്റെ നാട്ടിൽ ഞാൻ ഈ സാർ പറഞ്ഞിട്ടാ വന്നത്. ഈ സാറിനെ അടിച്ചു വരുവാക്കാൻ കൊട്ടേഷൻ തന്നതാ. പക്ഷെ വീട് എനിക്ക് മാറിപ്പോയി. മുകളിലത്തെ നിലയ്ക്ക് പകരം താഴെ വന്ന് കയറി. ഞാൻ വലിയ ഗുണ്ടയാ, ഇപ്പൊ അവര് ഉണ്ടയായി പോയി. ഇല്ലടാ, ഇല്ലടാ.